ഇപ്പോൾ നമ്മോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസ് കുട്ടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. നമസ്കാരം സർ. ഇപ്പോഴിതാ സമാധാനത്തിലേക്കൊക്കെ കടക്കുകയാണ്, സമാധാന ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഗൾഫ് പര്യടനം ആരംഭിക്കുകയാണ്. ഇന്ന് 3 രാജ്യങ്ങളിലേക്കാണ് പര്യടനം നടത്തുന്നത്. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ നേരിടുന്ന ആശങ്ക, അതിനുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയാണ്. അതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൾഫ് നമുക്കറിയാം, സാധാരണഗതിയിൽ ഈ ഒരു യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ 85% ബാധിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെയാണ്. ഉന്നം വെച്ചത് ഗൾഫ് രാജ്യങ്ങളെ അല്ലെങ്കിൽ പോലും അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആശങ്കയിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതിനൊക്കെ ഒരു പരിഹാരം ഈ ഒരു പര്യടനത്തിലൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ അമേരിക്ക ഇറാനിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. എന്തൊക്കെയാണോ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക യുദ്ധ രംഗത്തേക്ക് ഇറങ്ങിയത്, അതൊന്നും നേടിയെടുക്കുവാനായിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച സംഭവിച്ചത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ മേധാവിത്വത്തിന്, അത് സൈനികമായിട്ടുള്ള മേധാവിത്വത്തിനും രാഷ്ട്രീയമായിട്ടുള്ള മേധാവിത്വത്തിനും ഒക്കെ വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. ആ തിരിച്ചടിയെ ഒരു പരിധി വരെയെങ്കിലും അത്തരം ആശങ്കകളെ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങളിലെ ആശങ്ക അകറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർശനമാണ് സെക്രട്ടറി നടത്തുവാനായിട്ട് പോകുന്നത്. അതിന്റെ കാരണം, ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ സുരക്ഷാ വലയത്തിലായിരുന്നു. ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങൾ വലിയ രീതിയിലുണ്ട്. ഖത്തറിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും എല്ലാം ഇതുണ്ട്. അപ്പം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് ഒരു രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും തങ്ങൾക്കുണ്ടാവില്ല, തങ്ങളെ ആരും ആക്രമിക്കാൻ തയ്യാറാവില്ല എന്ന ഒരു ബോധ്യമായിരുന്നു, ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ യുദ്ധത്തോടുകൂടി അത് പാടെ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അമേരിക്കയുടെ സൈനിക താവളങ്ങളെ മാത്രമല്ല ഇറാൻ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ആക്രമിച്ചത്, മറിച്ച് ഈ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ, വളരെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെ ഉൾപ്പെടെ ഇറാൻ ആക്രമിക്കുകയും ആ രാജ്യങ്ങൾ സുരക്ഷയിൽ നിന്ന് വളരെ അരക്ഷിതാവസ്ഥയിലേക്ക് മാറുകയും ചെയ്ത ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം അമേരിക്കയുടെ ആ പ്രദേശത്തെ മേധാവിത്വത്തെ അരക്കിട്ടുറപ്പിച്ചിടുന്നത് ഈ രാജ്യങ്ങളെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സൈനികമായും സാമ്പത്തികമായും, അത് ഊർജ വിപണിയുടെ കാര്യത്തിലാണെങ്കിലും നിക്ഷേപങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അമേരിക്കയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന വലിയ പിന്തുണയുണ്ടായിരുന്നു. അവരുടെ ഡിഫൻസ് എഗ്രിമെന്റ്സുകളുടെ കാര്യത്തിലാണെങ്കിലും ഇനി അതെല്ലാം വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അത്തരം സാധ്യതകളെ പരമാവധി അമേരിക്കയ്ക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള തിരിച്ചടികളെ സംസാരിച്ച് ഒതുക്കുവാനും, ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെങ്കിലും ഈ രാജ്യങ്ങൾ തങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് അവരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമെന്നുള്ളതും അമേരിക്കയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചർ, അവിടെ എപ്രകാരമാണ് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുക, അതിൽ ഇസ്രായേലിന്റെ സുരക്ഷയുമുണ്ട്. ഈ കാര്യത്തിൽ ഇസ്രായേലിനും വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ കുറേയധികം മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചിരുന്നു. എബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമായും മറ്റുമൊക്കെ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അതിപ്പോഴും നടക്കുന്നു. അങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും തങ്ങളുടെ വരുതിയിൽ പൂർണ്ണമായി നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടറി അവിടെ സന്ദർശിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ ഏറ്റവും തടസ്സമായി വരാൻ സാധ്യതയുള്ളത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ തിരിച്ചുവരവാണ്. പണ്ട് ചരിത്ര കാലം മുതൽ തന്നെ ഇറാൻ ആ പ്രദേശത്തെ ഒരു സൈനിക, രാഷ്ട്രീയ, സാംസ്കാരിക ശക്തിയായിരുന്നു. പിന്നീട് ഒരു ഇടക്കാലത്ത് വെച്ചാണ് ഇറാൻ കുറച്ച് ക്ഷീണം വന്നത്. എന്നാൽ ഈ യുദ്ധത്തോടുകൂടി ഇറാൻ തങ്ങൾക്ക് പണ്ട് ഉണ്ടായിരുന്ന, ഇടക്കാലത്ത് നഷ്ടപ്പെട്ട ഒരു സാന്നിധ്യം വലിയ രീതിയിൽ തിരിച്ചുപിടിക്കുകയും പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയത്തിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ആ ഉറപ്പിന്റെ മേൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കുണ്ടാകുന്ന ഭീഷണി, സുരക്ഷാ ഭീഷണിയും ആശങ്കകളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർശനമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇതിൻ്റെ അകത്ത് അമേരിക്കയുടെ ഭൗമരാഷ്ട്രീയ മേധാവിത്വത്തിന്റെ ആശങ്കകളുണ്ട്, അമേരിക്കയുടെ സാമ്പത്തിക വിപണിയുടെ ആശങ്കകളുണ്ട്, സൈനിക കൂട്ടുകെട്ടിന്റെ ആശങ്കയുണ്ട്.
അതെല്ലാം പരിഹരിക്കാനായിട്ടുള്ളൊരു സന്ദർശനമായിട്ട് വേണം നമുക്കിതിനെ കാണുവാൻ. മാത്രവുമല്ല, ഈ എഗ്രിമെന്റ് വന്നിരിക്കുന്ന കരാർ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി, ഇറാന്റെ നിലപാടിന്റെ ഭാഗമായി, ട്രംപിന്റെ മാറി മറിയുന്ന നിലപാടുകളുടെ ഭാഗമായി വലിയ രീതിയിലുള്ള ആശങ്കയും അസ്ഥിരതയുമാണ് നേരിടുന്നത്. അതൊക്കെ പരിഹരിക്കാനായിട്ടുള്ളൊരു ശ്രമമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാവുന്നതാണ്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ ചരക്ക് നീക്കം തടസ്സപ്പെട്ടതും എണ്ണ വ്യാപാരത്തെ ബാധിച്ചതുമൊക്കെ മേഖലയിലെ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പത്തികപരമായി ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് തിരിച്ചു വരാൻ വലിയൊരു സമയം തന്നെ എടുത്തേക്കാം അല്ലേ? തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ചും അത് എണ്ണ ശുദ്ധീകരണവുമായും ഉൽപാദനവുമായും ഉണ്ടായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ പഴയ രീതിയിലേക്ക് പ്രവർത്തനം ക്ഷമമാകണമെങ്കിൽ 1 വർഷത്തിലധികം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു വലിയ സന്നാഹം നശിച്ചു പോയിരിക്കുകയാണ് ബോംബിങ്ങിലും ഡ്രോൺ അറ്റാക്കിലും ഒക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതെല്ലാം പുനഃസൃഷ്ടിക്കണമെങ്കിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള പരിമിതികൾ ഉണ്ട്. അതെല്ലാം പുനഃസൃഷ്ടിക്കുവാൻ തീർച്ചയായിട്ടും അമേരിക്ക ഇടപെടുകയും അമേരിക്കയിലെ കമ്പനികൾക്ക് അതിന്റെ കരാറുകൾ കിട്ടുകയൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർശനം കൂടി ആയിരിക്കാം ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. അവർക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ട്. ഈ സന്നാഹങ്ങൾ പുനഃസൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ഇനി ഹോർമോസ് കടലിടുക്ക് എന്ന് പറയുന്നത് പഴയതുപോലെ എല്ലാവർക്കും സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു സമുദ്രപാതയാകില്ല. കാരണം ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ ഭാഗമായി അത് അടയ്ക്കുകയോ തുറക്കുകയോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവിടുന്ന് കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോളുകൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് അതൊരിക്കലും ഒരു സുരക്ഷിതമായിട്ടുള്ള പാതയായി അവർ കരുതുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഇനി അവർ സാമ്പത്തികമായി തിരിച്ചു വരണമെങ്കിൽ ഈ ഊർജം ലോക വിപണിയിൽ വിറ്റഴിക്കുവാൻ വേണ്ടുന്ന മറ്റ് പൈപ്പ് ലൈനുകളും, അതായത് ഹോർമോസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ അവർക്ക് എണ്ണ വ്യാപാരം നടത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള വിപണന സാധ്യതകളും പാതകളും ഒക്കെ അവർ തുറക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പുനർനിർമ്മാണ പദ്ധതി അവർ അവിടെ നടത്തേണ്ടതുണ്ട്. ആ പദ്ധതി നടപ്പിലാക്കി വരുമ്പോൾ നല്ല രീതിയിലുള്ള സമയമെടുക്കും. മാത്രമല്ല, അമേരിക്കയുടെ ഈ യുദ്ധത്തിലെ നമ്മൾ അധികം ചെയ്യപ്പെടാതെ പോയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ എണ്ണ വ്യാപാരം തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പലപ്പോഴും ന്യൂക്ലിയർ ആയുധങ്ങളാണ് അല്ലെങ്കിൽ മിസൈലാണ് എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇറാനിലെ എണ്ണ വ്യാപാരം തങ്ങളുടെ പരിധിയിലാക്കുവാൻ, പശ്ചിമേഷ്യയിലെ എണ്ണ വ്യാപാരം പൂർണ്ണമായും തങ്ങളുടെ പരിധിയിൽ ആക്കുവാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ ശ്രമം ഇതിലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് വന്നിരിക്കുന്ന വിഘാതം ഈ രാജ്യങ്ങൾ മറികടക്കുവാൻ സമയമെടുക്കും. പക്ഷേ അതോടൊപ്പം തന്നെ അത് തങ്ങളുടെ പരിധിയിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയുടെ സെക്രട്ടറിയുടെ സാന്നിധ്യത്തെയും സന്ദർശനത്തെയും നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാലും നമ്മൾ മിക്കവാറുമുള്ള എല്ലാ വിശകലനങ്ങളും കാണിക്കുന്നത് ഇത് സാധാരണഗതിയിലേക്കാകുവാൻ, എണ്ണവില സാധാരണഗതിയിലാകുവാൻ, എണ്ണവിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് യഥാക്രമം തുറന്നു കൊടുക്കുവാൻ, ഗതാഗതം സുഗമമാകുവാൻ, അവിടെ മൈനുകളൊക്കെ വിതറിയിട്ടുള്ളത് കൊണ്ട് വളരെയധികം സമയം എടുക്കും. അപ്പോ അവിടെ ഈ സമുദ്രപാത ഇപ്പോൾ നമുക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. എണ്ണയുടെ ഉൽപാദനവും ശുദ്ധീകരണവും വേണ്ട രീതിയിൽ നടക്കുന്നില്ല. ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്കകൾ മറ്റൊരു ഭാഗത്തുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് സാമ്പത്തികമായിട്ടുള്ള തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല. അതിന് സമയമെടുക്കും. എങ്കിൽ മാത്രമേ ഈ യുദ്ധം മൂലം ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും ഗൾഫിലെ രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുള്ള തിരിച്ചടികളും ക്ഷീണവും മാറ്റിയെടുക്കുവാൻ കഴിയൂ എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. തീർച്ചയായും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട പ്രവാസികൾ, മലയാളി പ്രവാസികളും അതിൽ അടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വ്യോമപാതയൊക്കെ പെട്ടെന്ന് അടച്ചതും കൂടുതൽ വിമാന സർവീസുകളൊക്കെ റദ്ദാക്കിയതുമൊക്കെ വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരുന്നു. അതൊക്കെ ഇനിയിപ്പോൾ വ്യോമപാത കുറേയൊക്കെ പൂർണ്ണമായി സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചില വിമാന സർവീസുകൾ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതൊക്കെ തിരികെ വരിക അല്ലെങ്കിൽ പഴയപടി ഗൾഫ് രാജ്യങ്ങളടക്കം പഴയപടിയിലേക്ക് മാറുക എന്നുള്ളത് കുറച്ച് സമയമെടുക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്നത് പോലെ തന്നെ ഈ വ്യോമപാതയൊക്കെ തുറക്കുന്നതോടുകൂടിയേ പൂർണ്ണ ഒരു യാത്രാ സൗകര്യം അത് പ്രവാസി മലയാളികൾക്കടക്കം സാധ്യമാവുകയുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജനവിഭാഗം അവിടെ താമസിക്കുന്നുണ്ടല്ലോ. അവരുടെ ദൈനംദിന കാര്യങ്ങളും വരുമാനവുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇപ്പോൾ തന്നെ പല വിമാന സർവീസുകളും എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതിന്റെ കാരണം അത് അവർക്ക് ഒരു രീതിയിലും
ഈ എണ്ണവില ഇത്രയധികം കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പൊ ഇനിയും അത്തരം പാതകളും ഒക്കെ തുറന്നു കിട്ടണമെങ്കിൽ, അതുപോലെ എയർപോർട്ടുകൾ അതിന് പൂർണ്ണമായി സജ്ജമാകണമെങ്കിൽ, നമ്മൾ കണ്ടിരുന്നല്ലോ കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ മറ്റുമൊക്കെ എയർപോർട്ടുകൾക്ക് വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ. അപ്പൊ അതെല്ലാം റെഡിയാക്കി റിനോവേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും സമയമെടുക്കും. മാത്രമല്ല ഈ വിമാന സർവീസുകൾ ആരംഭിച്ചാൽ തന്നെ ടിക്കറ്റ് നിരക്കുകൾ വളരെയധികം ഉയർന്നതായിരിക്കും. കാരണം ഈ വിമാന കമ്പനികൾ ഓടാതിരുന്നപ്പോൾ അവർക്കുണ്ടായ നഷ്ടം, അല്ലെങ്കിൽ റിസ്ക് എടുത്ത് അവർ ഈ സർവീസുകൾ നടത്തിയ സമയത്തുണ്ടായിരുന്ന നഷ്ടങ്ങൾ, ഇതെല്ലാം പരിഹരിച്ച് സാധാരണഗതിയിലേക്ക് ആകണമെങ്കിൽ വലിയ സമയമെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാധാരണ ഇങ്ങനെ സംഭവിക്കാറുള്ളത് ഇത്തരം യുദ്ധങ്ങളോടനുബന്ധിച്ചുണ്ടാകുന്ന വിലക്കയറ്റത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ കുറവുകൾ സംഭവിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, യുദ്ധം അവസാനിച്ചു. എന്നാൽ നമ്മുടെ നാട്ടിൽ മിക്കവാറും നിത്യോപയോഗ സാധനങ്ങൾക്ക് വർദ്ധിച്ച വില കുറയണമെങ്കിൽ ഇനിയും നല്ല സമയമെടുക്കും. നല്ല സമയമെടുക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ചായക്ക് 10 രൂപ എന്നുള്ളത് 15-20 സാധാരണ കടകളിൽ. അപ്പൊ അതിനി ആ സാധാരണ നിലയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പൊ അത് തുടരുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു വിലക്കയത്തിന്റെ പ്രത്യാഘാതം മറ്റ് മേഖലകളിലും കാണപ്പെടുവാനാണ് സാധ്യത. വില കൂടിയത് കുറയുക എന്നുള്ളത് നമുക്കറിയാമല്ലോ, കുറയില്ല. അപ്പൊ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അതേസമയം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും വളരെ കുറവുമാണ്. അപ്പൊ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കുറെ കാലത്തേക്കെങ്കിലും പ്രവാസികളായിട്ടുള്ള മലയാളികൾ, സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം 30% അവിടെ നിന്നുള്ള വരുമാനമാണ്. അപ്പൊ ആ വരുമാനത്തിൽ വരുന്ന ഇടിവ് നമ്മളെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമൂലം ലോകത്തുണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി പ്രത്യുത കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും ഇത് ഏറ്റവും അധികം ബാധിക്കും. അത് കുറെ കാലം കൂടെ തുടരും. ശരിക്കുമുള്ള കണക്കുകൾ പറയുന്നത് ലോകത്ത് ഇതിന്മൂലം ഉണ്ടായിട്ടുള്ള ഏറ്റവും അധികം പ്രയാസം നേരിട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം നമുക്ക് മറ്റ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് എനർജി വളരെ കുറവാണ്. നമ്മൾ പൂർണ്ണമായിട്ടും 70-80% ആശ്രയിക്കുന്നത് ഈ പ്രദേശത്ത് നിന്ന് വരുന്ന എണ്ണയിലാണ്. പക്ഷേ അതിന് വലിയ രീതിയിലുള്ള തടസ്സം നേരിട്ടപ്പോൾ നമ്മളുടെ എല്ലാ മേഖലകളെയും അത് വലിയ രീതിയിൽ ബാധിക്കുകയുണ്ടായി. അതൊരു സാധാരണഗതിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നല്ല സമയമെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാത്രമല്ല, ഈ യുദ്ധത്തെക്കുറിച്ച് ഇപ്പൊ സമാധാനം 60 ദിവസത്തേക്ക് നിലവിൽ വന്നു ഒക്കെ പറയുമ്പോഴും ഈ ട്രംപിന്റെയും മറ്റുമൊക്കെയുള്ള മാറി മറിയുന്ന പ്രസ്താവനകളും തുടർ ഭീഷണികളും ഇറാന്റെ മറുവാദങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാം ഒരു സാധാരണ നിലയിലായി വരുവാൻ സമയമെടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് പ്രവാസികളെയും മലയാളികളെയും സംബന്ധിച്ചിടത്തോളവും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ ജോസക്കുട്ടി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.